നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വീണ്ടും ശബരിമലയിലേക്ക്. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. നിലവിലെ പരിശോധന കുറ്റപത്രമടക്കം തയ്യാറാക്കുന്നതിൽ നിർണായകം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം. മൊബൈൽ ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും നിർദ്ദേശം. നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക് തുടരുന്നു. കേരളത്തിൽ ഹർത്താലിന് സമാനമായ അന്തരീക്ഷം. പൂർണ്ണ പിന്തുണ നൽകി KSRTC ജീവനക്കാരും ഓട്ടോ ടാക്സി തൊഴിലാളികളും. തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ നിർബന്ധപൂർവ്വം കടയടപ്പിച്ച് സമരക്കാർ. സർവീസ് നടത്തി കൊച്ചി മെട്രോ. മാരാമൺ കൺവെൻഷനും ശബരിമല തീർത്ഥാടനത്തിനും പണിമുടക്ക് ബാധകമല്ല. ആഗോള അയ്യപ്പ സംഗമത്തിലെ അഴിമതി അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല. പരിപാടി നടന്നത് ഒരു ദിവസം മാത്രം. അയ്യപ്പ സംഗമം വൻ പരാജയമായിരുന്നുവെന്നും സർക്കാരിന്റെ പണം ദൂർത്തടിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ചെന്നിത്തല. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിലെ എല്ലാ പ്രതികളും പിടിയിൽ. ഒളിവിലായിരുന്ന 2 പ്രതികൾ കീഴടങ്ങി. കേസിൽ പിടിയിലായിട്ടുള്ളത് 6 പ്രതികൾ. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം നിർണായക പരിശോധനയ്ക്കായി വീണ്ടും ശബരിമലയിൽ എത്തും. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. മുമ്പ് നടത്തിയ പരിശോധനയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കൂടുതൽ പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, വീണ്ടും ശബരിമലയിലേക്ക് SIT സംഘം എത്തുകയാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് പലപ്പോഴായി ഇത്തരത്തിൽ പരിശോധനകൾ മാത്രം നടക്കുമ്പോൾ ഇതിന്റെ ഒരു നിർണായകമായ വഴിത്തിരിവ് എവിടെയെന്നുള്ളൊരു ആകാംക്ഷ നിലനിൽക്കുകയാണ്. മാത്രമല്ല, സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രമടക്കം തയ്യാറാക്കുന്നതിൽ നിർണായകമല്ലേ ഈ പരിശോധന? മാസപൂജയ്ക്കായി ഇന്ന് വൈകിട്ടാണ് ശബരിമലയിൽ നട തുറക്കുന്നത്. അതേസമയം തന്നെ പരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കാനാണ് SITയുടെ തീരുമാനം. അതായത് മുമ്പ് പരിശോധന നടത്തിയിരുന്നപ്പോഴും അതിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശബരിമലയിലെ ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കാനാണ് ഇപ്പോൾ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഈ അനുമതിയെ തുടർന്നാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് തയ്യാറാകുന്നത്. ഇന്ന് പമ്പയിൽ എത്തുന്ന SIT സംഘം അവലോകന യോഗം നടത്തും. അതിനുശേഷമായിരിക്കും സന്നിധാനത്തിലേക്ക് എത്തുക. സന്നിധാനത്ത് നാളെയും മറ്റന്നാളുമായാണ് ഈ നട അടച്ച ശേഷമുള്ള സമയങ്ങളിൽ സാമ്പിൾ ശേഖരിക്കുന്നത്. സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം എത്രത്തോളം ഇതിന്റെ വ്യാപ്തി എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തും. തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായാണ് കൈമാറുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രം അടക്കം തയ്യാറാക്കുന്നതിന് വളരെ നിർണായകമാണ് ഈ പരിശോധന. അതുകൊണ്ട് തന്നെ ലീഗൽ മെട്രോളജി വിഭാഗത്തിലെ ഗോൾഡ് അസസ്മെന്റ് വിദഗ്ധരാണ് ഈ സംഘത്തിൽ പ്രധാനമായിട്ടുമുള്ളത്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി കൂടി പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇങ്ങനെ നിരവധി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം സാമ്പിൾ ശേഖരിക്കുന്നത് വീണ്ടും ചെയ്യാൻ പോവുകയാണ്. അതിൽ എത്രത്തോളം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള അതിന്റെ വ്യാപ്തി അടക്കം പരിശോധിച്ചതിനു ശേഷം കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് സന്നിധാനത്തിലേക്ക് എത്തുന്നത്. ശരി, വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ റിട്ടയർഡ് SP ശ്രീ KM ആന്റണി കൂടെ ചേരുന്നുണ്ട്. സർ, നമസ്കാരം. ഹലോ. സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം നിർണായക പരിശോധനയ്ക്കായി വീണ്ടും ശബരിമലയിലേക്ക് എത്തുകയാണ്. ഇത് കൂടുതൽ നിർണായകമായ ഒരു പരിശോധന തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഈ സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രമടക്കം തയ്യാറാക്കുന്നതിൽ ഈ ഒരു പരിശോധന നിർണായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.
അതെ, പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പമ്പയിലെത്തും. അവിടെ യോഗം ചേരും. അതിനുശേഷം നാളെയും മറ്റന്നാളും സന്നിധാനത്തെത്തും. അതോടൊപ്പം തന്നെ ഇന്നിപ്പോ നട തുറന്നിട്ടുണ്ട്. കുംഭമാസ പൂജയ്ക്കായിട്ട് ഇന്ന് നട തുറന്നു. 17-ാം തീയതി നട അടയ്ക്കും. അപ്പം തിരക്കുള്ള സമയം തന്നെയാണ് ഇതിലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്വർണം എവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവിടെ നിന്നും കൊണ്ടുപോയ കട്ടിളപ്പാളിയോ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്ന് കൊണ്ടുപോയ സാധനം തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ വലിയ തർക്കമുള്ളത്. ഇതിലിപ്പം അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് എന്നാൽ തുച്ഛമായ സ്വർണം മാത്രം കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തില് ഇതില് എന്തെല്ലാം നടന്നു എന്നു ഉള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം അന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇന്നും അവര് ഈ 90 ദിവസവും 100 ദിവസവും എല്ലാം കഴിഞ്ഞിട്ട് പ്രതികൾ പോലും സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷവും ഈ തൊണ്ടിമുതൽ തേടി തൊണ്ടിമുതലിന്റെ കൃത്യത അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് വീണ്ടും സന്നിധാനത്തേക്ക് എത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കങ്ങളെല്ലാം നടക്കുന്നത്. അത് VSSCയില് പരിശോധന നടത്തിയെങ്കിലും അത് പൂർണ്ണമായിട്ടുള്ള ഒരു വിവരമല്ല അല്ലെങ്കിൽ പരിശോധനാ ഫലമല്ല ലഭിച്ചിരിക്കുന്നതെന്നുള്ളത് കൃത്യമായ കാര്യമാണ്. അപ്പോൾ ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ വെറും സാഹചര്യ തെളിവുകളോ പ്രതികളുടെ മൊഴികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാക്ഷികളുടെ തെളിവുകളോ ഒന്നുമല്ല അവിടെ ആവശ്യം. പ്രതികളെ ശിക്ഷിപ്പിക്കേണ്ട ഒരു സാഹചര്യം വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം വേണം. കളവ് പോയത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയതായ സ്വർണ്ണ ഉരുപ്പടികൾ, അത് മാത്രമല്ല അതോടൊപ്പം ഉണ്ടായിരുന്ന ചെമ്പിന്റെ പാളികൾ, ഇവയൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണോ, അതിന്റെ കാലപ്പഴക്കം എന്തൊക്കെയാണ്, ഇപ്പൊ കൊണ്ടുവച്ചിരിക്കുന്നത് തന്നെയാണോ, പഴയത് തന്നെയാണോ എന്നുള്ളത് തിട്ടപ്പെടുത്തേണ്ടത് അടിയന്തരമായ ആവശ്യമാണ് കേസ് അന്വേഷണത്തില്. ഇപ്പൊ അത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെ സത്യത്തില് ഈ SITക്ക് ഇതിന്റെ ഒരു രീതിയിലും ഒരു കടവിലെത്താവുന്ന രീതിയിലല്ല ഇപ്പൊ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ അന്വേഷണം ഉള്ളത്. അപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും കാലതാമസം വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇതില് ഉൾപ്പെട്ടതിൽ പ്രധാന പ്രതിയായിട്ടുള്ള ഈ കുറ്റകൃത്യങ്ങളിലെല്ലാം പ്രധാന ഘടകമായി നിന്നിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും ജാമ്യത്തിൽ ഇറങ്ങുന്ന സാഹചര്യത്തില് ഈ കേസിന്റെ അന്വേഷണം ഏത് രീതിയിൽ വരുമെന്നുള്ളതിനെ നമുക്ക് സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ കട്ടിളപ്പാളി ആയിക്കോട്ടെ, ദ്വാരപാലക ആയിക്കോട്ടെ, ഈ 2 കേസുകളാണ് അന്വേഷണത്തിൽ പുരോഗതി പ്രാപിക്കുന്നത്. അതേസമയം തന്നെ അവിടെ കൊടിമരത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കേസും ഇപ്പൊ പുതിയതായിട്ട് അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതും തിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആവശ്യമെന്ന് കണ്ടാല് അതിലും കേസെടുത്ത് വിജിലൻസിനോട് മുന്നോട്ട് പോകുവാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് എങ്കിൽ പോലും കൃത്യമായ ഒരു വിവരം, അതിനെ സംബന്ധിച്ച് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വിശദീകരണം അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതിലൊരു കുറ്റപത്രം കുറ്റമറ്റതായിട്ട് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു സംശയം പോലെ തോന്നുന്നു. കാരണം അന്വേഷണം പുരോഗതി പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ അവിടെ ജീവനക്കാരുടെ ഇന്ന് ഈ അടുത്ത സമയത്ത് ഇന്ന് തന്നെ ഉത്തരവായിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അതായത് സാധാരണ ജീവനക്കാര് കണക്കിലധികം പണം അയച്ചു കൊടുത്തിട്ടുള്ളതായിട്ടും അവിടെ പണത്തിന്റെ തിരിമറി നടന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ സ്വർണ്ണക്കൊള്ളയിൽ വലിയൊരു അന്വേഷണം നടക്കുകയാണ്. ഇതിൽ സിനിമാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരിലേക്കൊക്കെ അന്വേഷണം നീളുകയാണ്. അപ്പോൾ വ്യാപകമായിട്ട് തന്നെ പല വമ്പന്മാരും ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇനി അന്വേഷിക്കേണ്ടത്. കാരണം ഇതൊക്കെ എന്തിന് ഇതൊക്കെ ഉപയോഗിച്ച് ഇവരിൽ നിന്നൊക്കെ എങ്ങനെ പണം വാങ്ങിച്ചു, ഭക്തരിൽ നിന്ന് നേരിട്ടും ഇങ്ങനെ സ്വർണം കൈപ്പറ്റുന്നതിന്റെ മാനദണ്ഡം എന്നാണ് എന്നൊക്കെ അന്വേഷിക്കേണ്ടേ ഇനി? തീർച്ചയായിട്ടും ഇതിലിപ്പം ഒരു നടനും സ്വർണ്ണക്കടക്കാരനും ഉൾപ്പെടെ 27ഓളം പേർ ഇതിൽ സ്വർണം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവരെ ആരൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് തിട്ടപ്പെടുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് 27 പേരെയും കണ്ട് മൊഴി രേഖപ്പെടുത്തണം. അവർ എത്രമാത്രം സ്വർണം കൊടുത്തു, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിനെയൊന്നും സംബന്ധിച്ച് ഒരു കണക്കും ഒരു രേഖയും ഒരു റെസിപ്റ്റും ഒന്നും ഈ പറഞ്ഞ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കൈവശമില്ല എന്നുള്ളതാണ് ഇതിനകത്തെ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ. കാരണം ഒരു കണക്കുമില്ല, ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും കോടതി ഇതിൽ വളരെ ഗൗരവതരമായ അന്വേഷണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ളതായിട്ടുള്ളൂ.
തീർച്ചയായും ഈ സൂചിപ്പിച്ച പോലെ തന്നെ അന്വേഷണം അതിൻ്റെ കൂടുതൽ കുരുക്കുകൾ മുറുകുന്നുണ്ട് എന്ന് പലപ്പോഴും അന്വേഷണത്തിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിയമപ്രകാരം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ നിസാരമായിട്ട് തന്നെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് നൽകാം. അതിനുള്ളൊരു അവകാശമുണ്ട്. ഈ സമയം ആയുധമാക്കി തന്നെയല്ലേ ഇപ്പോൾ ഓരോ പ്രതികളായി പുറത്തേക്ക് ഇറങ്ങുന്നത്. 5 പ്രതികൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി 1, 2, 3 പേര് മാത്രമാണ് അകത്തുള്ളത്. അതും ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അതിനിടയിൽ ഈ SITയുടെ മെല്ലപ്പോക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഴ്ച പരിഹരിച്ചില്ലെങ്കിൽ പ്രതികൾക്കൊക്കെ ഇനിയും പുറത്തു വന്ന് വിലസാമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും കാലങ്ങൾ എടുക്കില്ലേ അന്വേഷണത്തിൽ ഒരു റിസൾട്ട് കിട്ടാൻ? തീർച്ചയായിട്ടും ഇനിയും മാസങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളതുപോലെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പരിശോധന വീണ്ടും ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് ഈ സ്വർണത്തിന്റെ ഘടകങ്ങൾ അയക്കാൻ പോകുന്നു. അതിൽ നിന്ന് ഇതിന്റെ കാലപ്പഴക്കവും നഷ്ടപ്പെട്ട സ്വർണവും അങ്ങനെയുള്ള അതിന്റെ അളവ്, തൂക്കം ഇതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അത് സമയമെടുത്ത് തന്നെ പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ റിമാൻഡ് പീരീഡ് അല്ല ഇതിന്റെ ശിക്ഷയല്ല. അത് ശരിക്കും റിമാൻഡ് പീരീഡിൽ കുറച്ചു നാൾ ഏറെ കിടക്കുകയും അല്ലെങ്കിൽ 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റിമാൻഡിൽ തുടർന്നുകൊണ്ട് പോകാൻ പറ്റും. ഒരു പൂർണ്ണതയില്ലാത്ത അല്ലെ തെളിവുകളില്ലാത്ത ഒരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ കുറ്റവാളികൾ ആ വിസ്താരത്തിന് ശേഷം, വിചാരണയ്ക്ക് ശേഷം വെറുതെ വിടപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ടാണ് കുറ്റമറ്റ രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ച് പൂർണ്ണമായിട്ടും ഒരു നല്ല രീതിയിലുള്ള ചാർജ് ഹാജരാക്കി പ്രതികളെ ശിക്ഷിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് SIT ഈ രീതിയിലേക്ക് പോകുന്നത്. അതിനെ കാലതാമസം എന്ന് പറയുന്നത്, ഇങ്ങനെ സങ്കീർണമായ ഒരു കേസിൽ കാലതാമസം സ്വാഭാവികമാണ്. ഒരു ഫുൾ സ്റ്റോപ്പിൽ നിർത്താൻ പറ്റുന്നതല്ല അന്വേഷണം. കാരണം ഇനിയും കുറച്ചുകൂടി അന്വേഷണം മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഈ കേസ് നിലനിൽക്കില്ല, അല്ലെങ്കിൽ കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. അവർ പരമാവധി ഇതിൽ തെളിവുകൾ ശേഖരിക്കുക, അതായത് നഷ്ടപ്പെട്ട മുതലുകൾ ശേഖരിക്കുക എന്നുള്ള ആ കടമയിലേക്കാണ്. അത് കൃത്യതയോടുകൂടി, കണക്കോടുകൂടി കൃത്യമായി ചെയ്യുക. അതിന്റെ കാലപ്പഴക്കം അങ്ങനെയുള്ള ഉൾപ്പെട്ട സകല വിവരങ്ങളും ശേഖരിച്ച് അന്വേഷണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, അത് മാത്രമല്ല, ഇപ്പോൾ കുറേയധികം തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല. അതിന് എത്ര നാൾ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടി വരും? മാത്രമല്ല, ഈ തെളിവുകളുടെ അഭാവം അത് വലിയ തരത്തിൽ ഈ കേസിനെ കുഴപ്പിക്കുന്ന ഒരു ഘടകമാണ്. ആ തെളിവുകളിലേക്ക് അന്വേഷണ സംഘത്തിന് എങ്ങനെയാണ് എത്താൻ സാധിക്കുക? നിലവിലെ സാഹചര്യത്തിൽ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1, 2 ആളുകളല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ് അവിടെ നടന്നത്. അത് ഇന്നോ ഇന്നലെയോ അല്ല. ഇതിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു നാൾവഴികൾ തന്നെ ഈ ഒരു കൊള്ള നടന്നിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മറ്റ് അമ്പലങ്ങളിലും ഇതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓഡിറ്റിംഗിന്റെ ആവശ്യമുണ്ട്. കാരണം ഇത് ശരിയായ രീതിയിലല്ല. ശബരിമല പോലെ ഇത്ര പ്രമാദമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്രമാത്രം ഭക്തജനങ്ങൾ കൂടുന്നതും ഇത്രമാത്രം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്ന ശബരിമലയിൽ പോലും ഇത്രമാത്രം തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പമുള്ള മറ്റ് അമ്പലങ്ങളിൽ, പ്രധാനപ്പെട്ട അമ്പലങ്ങളിലെല്ലാം ഒരു ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരു പരിശോധന കർക്കശമായി നടത്തേണ്ടത് ആവശ്യമാണെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇതിലുള്ള പ്രധാന കണ്ണികൾ ഇപ്പോഴും പിടിയിലായിട്ടുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? കാരണം ഈ ഒരു ഗ്യാങ്ങിന് അല്ലെങ്കിൽ ഇവരൊക്കെ ഇതിൽ പ്രതികളാണെങ്കിൽ തന്നെ ഈ പ്രതികൾക്ക് നിർണായകമായ വിവരങ്ങൾ ഇങ്ങനെ പോയാൽ നന്നാകും, അല്ലെങ്കിൽ ശരിയായ തീരുമാനം ഇതാണ് എന്നൊരു ഉപദേശകൻ അല്ലെങ്കിൽ അതിന് പിന്നിൽ നിൽക്കുന്ന പ്രമുഖനായ വ്യക്തി ഇനിയും പുറത്തു തന്നെയാണോ എന്നൊരു സംശയം മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇതിനെ ഏകോപിപ്പിച്ച് നടത്തുവാൻ അങ്ങനെ ഒരു ശക്തമായ ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനമോ എന്തെങ്കിലും ഉള്ളതായിട്ട് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതില് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു പൊതുഘടകമാണ്. അയാള് എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുഴുവൻ തട്ടിപ്പിനും കൂട്ടുനിന്നിട്ടുള്ള വ്യക്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളോടൊപ്പം ചേരുകയോ അല്ലെ അയാൾ ചേർക്കുകയോ ചെയ്ത ആൾക്കാരാണ് ഇതിലെ മറ്റു പ്രതികളായിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെയെങ്കിലും താല്പര്യപ്രകാരം പ്രവർത്തിക്കുന്ന ആളാണോ എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഇതിലൊരു 3 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ പ്രതിവർഗത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. കോടതി തന്നെ അത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ കരുതിക്കൂട്ടി ഒരു സംഘം ആളുകൾ, അധികാരമുള്ള ഒരു സംഘം ആളുകൾ ചേർന്ന് നടത്തിയ ഒരു വലിയ തട്ടിപ്പല്ലേ മോഷണമാണ്. അപ്പൊ തെളിവുകൾ ആദ്യം മുതൽ തന്നെ നശിപ്പിച്ച് ഏതെങ്കിലും ഒരു അന്വേഷണം എന്തെങ്കിലും സാഹചര്യത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ, അന്വേഷണത്തിൽ പിടിക്കപ്പെടാതിരിക്കാനുള്ള സർവ്വ കരുതലുകളും നടത്തിപ്പോയ ഒരു വലിയ ഗൂഢാലോചന അല്ലെങ്കിൽ സംഭവമാണ് ഇതെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്.
തീർച്ചയായും വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇതിന് പിന്നിൽ വലിയൊരു ശക്തി തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. കാരണം ഇത് ഒന്നോ രണ്ടോ ആളുകളല്ല, ഇപ്പോൾ 5 പ്രതികളാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാത്തതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് സ്വാഭാവിക ജാമ്യത്തിന് അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും ഇവർ പുറത്തിറങ്ങും. ഇനിയുള്ള ബാക്കിയുള്ള ആളുകൾ കൂടെ പുറത്തിറങ്ങുമ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അകത്തിലായിരിക്കുന്ന ആളുകളിൽ നിന്നുമുള്ള അന്വേഷണം വ്യതിചലിക്കുമോ എന്നൊക്കെയുള്ള സ്വാഭാവിക സംശയങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ കൂടെ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് വിഷ്ണു, ഇപ്പോൾ ഇതാ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ശബരിമലയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു സംശയം ഉദിക്കുന്നത് SITയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിരിക്കുന്നത് ഗുരുതര വീഴ്ചയാണോ? ഇതുവരെയായിട്ടും അവർക്കൊരു കണ്ടെത്തലുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ബോധപൂർവമായിട്ട് തന്നെ ഈ കുറ്റപത്രം തയ്യാറാക്കുന്നത് മെല്ലപ്പോക്ക് നടത്തുകയാണോ എന്ന കുറേയധികം സംശയങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത്. അല്ല, കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT രൂപീകരിക്കുകയും SIT ആദ്യഘട്ടത്തിൽ എല്ലാ പ്രതികൾക്കെതിരെ അന്വേഷണം നടത്തുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പിന്തുണ SITക്ക് ലഭിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ SIT എന്ത് ചെയ്യുന്നു, ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എന്നോണം അന്വേഷണം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പ്രതികൾ എല്ലാവരും ഇന്ന് എന്ത് ചെയ്യുന്നു, ജാമ്യത്തിലിറങ്ങി പുറത്താണ്. അതെ, 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ SITയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതെ, അപ്പോൾ സ്വാഭാവിക ജാമ്യത്തിന് ഇവർക്ക് അവകാശമുണ്ട്. അപ്പോൾ ഓരോ പ്രതികളായി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ SIT നടത്തുന്ന ഈ മെല്ലെപ്പോക്ക് പ്രതികൾക്ക് തുണയാകുന്ന ഒരു സാഹചര്യമാണ് ഇത്. കോടതിയിൽ തീർച്ചയായിട്ടും കോടതികളിൽ തെളിവുകൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും കൃത്യമായ തെളിവും അല്ലെങ്കിൽ ഇവർ ചെയ്ത കുറ്റത്തിന്റെ തീവ്രതയും അതോടൊപ്പം തന്നെ ഈ കുറ്റവാളികൾ ഇതിനു വേണ്ടി ചെയ്ത അല്ലെങ്കിൽ ആസൂത്രണവും തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും SITയുടെ തുടക്കം മുതലുള്ള അന്വേഷണം, അതായത് ചില ഭാഗങ്ങളിൽ SITയുടെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. പക്ഷേ തുടക്കത്തിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണമായതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസം എല്ലാവരും ഇതിൽ നൽകിയിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇത് പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ അന്വേഷണ സംഘം നീങ്ങുന്നു എന്ന് സംശയമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും ഇത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. തീർച്ചയായും അത് തന്നെയാണ് കടകംപള്ളിയൊന്നും ഇതുവരെയും ചോദ്യമുനയിൽ എത്താത്തതൊക്കെ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും കാരണം ഇവിടെ അന്വേഷണം 2018-19 കാലഘട്ടത്തിലെ ചെറിയൊരു കാര്യത്തിലേക്ക് മാത്രം ഒതുക്കി കൊണ്ടുപോകുന്നതാണ് SIT ആദ്യം മുതൽ ചെയ്തിട്ടുള്ളത്. അതേസമയം ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന കോടാനുകോടികളുടെ തട്ടിപ്പും അതോടൊപ്പം തന്നെ 2025 ഉൾപ്പെടെ ഇത് ആവർത്തിച്ചപ്പെട്ടപ്പോൾ അവരെ ആരെയും അറസ്റ്റ് ചെയ്യുവാനോ ഒന്നും തന്നെ SIT തയ്യാറായിട്ടില്ലായിരുന്നു. ഇതൊക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. തീർച്ചയായും ഈ പൊതുജനത്തിന്റെ കണ്ണു മറയ്ക്കാൻ അപ്പോൾ SIT ഉടനടി ഒരു കുറ്റപത്രം നൽകാൻ, കോടതിയിൽ കുറ്റപത്രം നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ കോടതി എന്ത് നടപടിയായിരിക്കും ഇനിയും വൈകിയാൽ എടുക്കാൻ പോകുന്നത്? അല്ലെ, കുറ്റപത്രം നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഏകദേശം, അതായത് ചെറിയ ഒരളവിലുള്ള സ്വർണത്തിന്റെയും അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെട്ടു അല്ലെ വീണ്ടെടുത്തു എന്ന് പറയുന്ന തൊണ്ടി മുതലിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം ഒരു കുറ്റപത്രം കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഈ കേസിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. അതേസമയം ഇതിന്റെ ഒരു യഥാർത്ഥമായ മൂല്യം, അതായത് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണം അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ എടുത്തുകൊണ്ടുപോയി കേരളത്തിന്റെയും മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രദർശന വസ്തുവാക്കി എത്ര കോടികളാണ് ഇവർ സൃഷ്ടിച്ചത്, ആരൊക്കെയാണ് ഗൂഢാലോചന നടത്തിയത്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നത്, എങ്ങനെയൊക്കെയാണ് ഇവർക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ SIT അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം. മാത്രമല്ല ഈ അറസ്റ്റിലായ വ്യക്തി പ്രതികൾക്കൊന്നും ഇതുമായി ബന്ധപ്പെട്ട് തെല്ലും ഭയം അവരുടെ മുഖത്ത് കാണുന്നില്ല എന്നതാണ്. ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുറത്തിറങ്ങുന്ന ആളുകൾ പുഞ്ചിരിച്ചാണ് പുറത്തിറങ്ങി വരുന്നത്. അത്രത്തോളം കോൺഫിഡൻസ് ആണ് അവർക്ക് പുറത്തുനിന്ന് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കൃത്രിമമായിട്ട് ഇവർ രേഖ സൃഷ്ടിക്കുകയും ഇപ്പോൾ ഇതുവരെയായിട്ട് അതായത് നമ്മുടെ നാട്ടിലെ നീതിന്യായ വിധി വ്യവസ്ഥ പ്രകാരം ഒരു പ്രതിയെ കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി ഏറ്റവും ആവശ്യമാണ് തൊണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള തൊണ്ടി ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റിന്റെ അടുത്തു നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിക്കവർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അത് ഒറിജിനലാണോ, അതിന് ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ടുണ്ടോ, അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇത് എവിടെയൊക്കെയാണ് ചെന്നിട്ടുള്ളത്, ഇത് ആരൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. കാര്യം ഇതിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള പുരാവസ്തു അല്ലെങ്കിൽ ഈ പറയുന്ന വിഗ്രഹ തട്ടിപ്പ് സംഘങ്ങൾ ഉൾപ്പെടെ ഈ കേസിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷെ അവിടേക്കൊന്നും തന്നെ അന്വേഷണം എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല.
ഇവിടെ പ്രാഥമിക ഘട്ടത്തിൽ കേരളത്തിലെ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ അത്ര പോലും മുന്നേക്ക് പോകാൻ SITക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വാഭാവികമായിട്ട് പറയാം, നമുക്കറിയാം കേസിലെ മറ്റ് പ്രതികളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, തന്ത്രി ഇവരുടെ കാര്യങ്ങളിലാണ് ഇനി തീരുമാനമാകേണ്ട. കേസുകൾ ജാമ്യഹർജിയിൽ തന്ത്രിയുടെ വാദം 18-നാണ് കോടതി വിധി പറയുന്നത്. അതുകൂടത്തുടനെ തന്ത്രിക്ക് പുറത്തിറങ്ങാനുള്ളൊരു സാധ്യത തന്നെ മറ്റു പ്രതികൾ ഇറങ്ങിയതുപോലെ തന്നെ തന്ത്രിക്കും പുറത്തിറങ്ങാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതായത് തന്ത്രിയെയും അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കൂട്ട് പ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പക്ഷെ ഇവർക്കൊക്കെ എന്തൊക്കെ തെറ്റാണ് ഇവർ ചെയ്തിട്ടുള്ളത്, ആരുടെ ഗൂഢാലോചനയിൽ അല്ലെങ്കിൽ ആരുടെ പ്രകാരമാണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ ലാഭവിഹിതം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയി എന്ന് പറയുന്ന സ്വർണം, അതായത് ഇവർ ആരോപിക്കപ്പെടുന്നത് 4-5 കിലോ സ്വർണം മാത്രമാണെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന അന്വേഷണ സംഘം. പക്ഷെ ഇതിന്റെ മൂല്യം കണക്കാക്കുന്നത് ഒരു വളരെ ഒരു ശാസ്ത്രീയമായ രീതിയിലല്ല, മറിച്ച് അവരെന്ത് ചെയ്യുന്നു, സ്വർണത്തിന്റെ മൂല്യം മാത്രം കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കേസ് ലഘൂകരിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത് ശബരിമല പോലെ ഇത്രയും വിശ്വാസ പ്രമാണങ്ങളുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയ സ്ഥാപനങ്ങൾ, അത് സിനിമാ താരങ്ങളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നത ബിസിനസ്സുകാരുടെയും ഒക്കെ വീട്ടിൽ വെച്ച് പൂജ നടത്തുകയുൾപ്പെടെ വലിയ ഒരു അഴിമതി അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു കുംഭകോണമാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും തന്നെയും അന്വേഷണ സംഘം അന്വേഷിക്കുന്നില്ല, കൃത്യമായിട്ട് അവരിൽ നിന്ന് മൊഴിയെടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായി എന്ന്. നമ്മൾ ഈ ഒരു 5 കിലോ അല്ലെങ്കിൽ 6 കിലോ സ്വർണം തട്ടാൻ വേണ്ടി ഇത്രയും വലിയ ഗൂഢാലോചന നടത്തുമെന്നും അല്ലെങ്കിൽ ശബരിമല തന്ത്രി ഉൾപ്പെടെ അതിന്റെ ഭാഗമാകുമെന്നും പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? മാത്രമല്ല ഈ ജീവനക്കാരുടെയൊക്കെ പണമിടപാടുകൾ അന്വേഷിക്കേണ്ടതും അനിവാര്യമായിരിക്കുകയല്ലേ ഈ ഒരു ഘട്ടത്തിൽ? കാരണം ഇവരുമായി ബന്ധപ്പെട്ട ഈ തെളിവ് ലഭിക്കണമെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു അന്വേഷണം നിർബന്ധമല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ നാട്ടില് അതായത് ശബരിമല ഇതിന്റെ യഥാർത്ഥമായ മൂല്യം അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു പുരാവസ്തുവിന്റെ മൂല്യം എന്ന് പറയുന്നത് അതിന്റെ ഏകദേശം ഈ പറയുന്ന മാർക്കറ്റ്, ഇപ്പോഴുള്ള മാർക്കറ്റ് റേറ്റ് അല്ല അതിന്റെ മൂല്യം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അന്വേഷണ സംഘം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ആളുകൾ പറയുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് മൂല്യം വെച്ചുകൊണ്ടാണ് ഇവരിതിനെ അനലൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ കൊള്ളയെക്കുറിച്ച് ഇവർ എന്ത് ചെയ്യുന്നത് വിവരിക്കുന്നതും. പക്ഷെ ഇതിന്റെയൊക്കെ മൂല്യം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ്. അതായത് ശബരിമല പോലെയുള്ള ഒരു വലിയ അതായത് അന്തർദേശീയ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നും അവിടുത്തെ ഈ പറയുന്ന ഏറ്റവും ദ്വാരപാലകരെ ചാർത്താനുള്ള ഉൾപ്പെടെ കട്ടളപ്പാളി ഉൾപ്പെടെ കടത്തിക്കൊണ്ടു പോവുകയും 40ഓളം ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കൊണ്ടുവരികയും കൃത്യമായിട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ 2025 വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത് വലിയ ഗൂഢാലോചനയും വലിയ സാമ്പത്തിക ഇടപാടുമാണെന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഒരു മാർക്കറ്റ് റേറ്റിലുള്ള ചെമ്പിന്റെയോ സ്വർണത്തിന്റെയോ പേരെടുത്തുകൊണ്ട് ഇത്ര രൂപയെ നഷ്ടം വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത്ര ഗ്രാം സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരിക്കലും നമ്മൾ കണക്ക് കൂട്ടുന്നത് പ്രതികളെ രക്ഷപ്പെടുത്തുവാനും അല്ലെങ്കിൽ ഈ കേസിന്റെ ബാഹുല്യം ലഘൂകരിച്ചുകൊണ്ട് ഇതൊരു സാധാരണ കേസാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കാവലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും അനുമതി വേണ്ട ഒരു സ്ഥലത്ത് നിന്നാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ ഇത്രയും വലിയ കാര്യം ഒരിക്കലല്ല അദ്ദേഹം ഈ തെറ്റ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. പല സമയത്തും പല മന്ത്രിമാർ ഭരിച്ചപ്പോഴും പല ബോർഡുകൾ ഭരിച്ചപ്പോഴും പല ഉദ്യോഗസ്ഥർ മാറി മാറി വന്നപ്പോഴും അദ്ദേഹത്തിന് ഇത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഒരു അന്തർദേശിക ബന്ധമുള്ള തന്നെ ഒരു സംഘം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അന്വേഷണ സംഘം അവിടേക്ക് പോകുന്നില്ല, അന്വേഷണം എവിടെയും എത്തുന്നില്ല. ഇവിടെ കേവലം എന്ത് ചെയ്യുന്നു, അന്വേഷണം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് തടി തപ്പാനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ശരി, വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം നിർണായക പരിശോധനയ്ക്കായി വീണ്ടും ശബരിമലയിലെത്തും. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. മുമ്പ് നടത്തിയ പരിശോധനയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കൂടുതൽ പരിശോധനയ്ക്കായി ഹൈക്കോടതി അനുമതി നൽകിയത്. മറ്റൊരു സുപ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെ ജീവനക്കാരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടി വന്നിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുടെയും ജീവനക്കാർ പണം മോഷ്ടിക്കുന്നു എന്ന ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം നൽകിയത്. ദേവസ്വം വിജിലൻസ് ആൻഡ് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അന്വേഷിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇർഫാൻ ഇബ്രാഹിം സേട്ട് നൽകും. ഇർഫാൻ, ശബരിമല ജീവനക്കാരുടെ പണമിടപാടുകൾ അന്വേഷിക്കാൻ ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശം
നൽകിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? പക്ഷേ ആ സ്വർണ്ണക്കൊള്ളയുടെയും അതോടൊപ്പം തന്നെ ജീവനക്കാർ പണം മോഷിച്ചിട്ട് കൊണ്ടുപോകുന്നു എന്ന ആരോപണങ്ങളെ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് വരുന്നത്. മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരം ആരോപണങ്ങൾ ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കർശന നടപടിയുമായി ഹൈക്കോടതി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇവരുടെ പണമിടപാടുകൾ പരിശോധിക്കണം, അതോടൊപ്പം തന്നെ ഇതിൽ കൃത്യമായ സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ താൽക്കാലിക ജീവനക്കാരും അതോടൊപ്പം തന്നെ സ്ഥിര കരാർ ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരുടെയും പണമിടപാടുകൾ പരിശോധിക്കും എന്ന നിലയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുക. ബാങ്ക് മുഖേനയും അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസുകൾ മുഖേനയുമാണ് പ്രധാനമായും പണം പലരും കടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അയച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന തെളിവുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാർഗങ്ങൾ സ്വീകരിച്ച് അയച്ചിട്ടുള്ള മുഴുവൻ ആളുകളുടെ പണമിടപാടുകളും ഇത്തരത്തിൽ പരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അക്ഷയ. ശരി, ഇർഫാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ആഗോള അയ്യപ്പ സംഗമത്തിലെ അഴിമതി അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല. ഒരു ദിവസം മാത്രമാണ് പരിപാടി നടന്നത്. അയ്യപ്പ സംഗമം വൻ പരാജയമായിരുന്നുവെന്നും സർക്കാരിന്റെ പണം ദൂർത്തടിച്ചവരെ പിടികൂടി നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ അന്വേഷണം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അയ്യപ്പ സംഗമം നടത്താൻ 7 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു. ഇത് വൻതോതിലുള്ള ഒരു വെട്ടിപ്പിന്റെ വേദിയായിട്ടാണ് മാറിയത്. ആകെ ഒരു ദിവസത്തെ സമ്മേളനമാണ്. ഉച്ചയോടുകൂടി ആ സമ്മേളനം അവസാനിക്കുകയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ആ യോഗത്തെ ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 7 കോടി രൂപ മുടക്കിയ ഈ സമ്മേളനം ഒരു വൻ പരാജയവുമായിരുന്നു. സർക്കാരിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പണം ഇങ്ങനെ ദൂർത്തടിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് ഇന്നലെ നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി. അയ്യപ്പ സംഗമം ഒരു വൻ പരാജയമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടക്കണം. ഈ ദൂർത്തും അഴിമതിയും പുറത്തു കൊണ്ടുവരണം. അത് ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എത്ര ആളുകളാണ് അവിടെ ഭക്ഷണം കഴിച്ചതെന്നുകൊണ്ട് കയ്യും കണക്കുമില്ല. അവസാനം ഭക്ഷണം പോലും വെട്ടിമൂടുകയാണ് ചെയ്തത്. വലിയ തോതിലുള്ള അഴിമതിയാണ് ആഗോള സംഗമത്തിൽ നടന്നത്. അതിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.